വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ എം ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതായത് ട്രേഡിൽ നമുക്ക് സ്ഥിരമായി ലാഭം ലഭിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ട് ലോസിലേക്ക് പോവാതിരിക്കാനും നമ്മൾ പാലിക്കേണ്ട റൂൾസുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻസ് ഉണ്ടായിരിക്കണം. അതായത് ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് എൻറ്റർ ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ എത്ര ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീക്ക് നമ്മൾ എത്ര ട്രേഡ് ചെയ്യണം എന്നുള്ള ഒരു കണക്ക് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിട്ട് ആ പ്ലാനിനനുസരിച്ച് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായി നമ്മൾ പാലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് നിർബന്ധമാക്കുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിന്റെ ഒരു ഇൻഷുറൻസ് ആണ്. അതായത് നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ നഷ്ടം ഇത്ര പെർസെന്റേജ് മാത്രമായിട്ട് അതിലൊതുങ്ങും. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് വാഷ് ഔട്ട് ആകാൻ വരെ അത് കാരണമാകും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് താഴേക്ക് കൂട്ടി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് എത്രത്തോളം ഹാപ്പി ആയിട്ടാണോ പ്രോഫിറ്റ് എടുക്കുന്നത് അത്രത്തോളം ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ ആ സ്റ്റോപ്പ് ലോസിനെയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. മൂന്നാമത് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ റിസ്ക് മാനേജ്മെന്റ് റൂളാണ്. റിസ്ക് മാനേജ്മെന്റ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റലിന്റെ ഇത്ര പെർസെന്റേജ്, അതായത് മിനിമം 1% ടു മാക്സിമം 2% മാത്രമേ നമ്മൾ റിസ്ക് കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമുക്കിപ്പോ ഒരു $1000 ആണ് നമ്മളുടെ ക്യാപിറ്റൽ ഉള്ളത് എങ്കിൽ നമ്മളൊരു $10 അല്ലെങ്കിൽ ഒരു $20 മാത്രമായിട്ട് നമ്മൾ റിസ്ക് സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ട്രേഡ്സിനും നമ്മൾ മാക്സിമം 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് നമ്മളുടെ സ്ട്രാറ്റജിക്ക് ഒരു 50% മാത്രമേ നമ്മളുടെ സ്ട്രാറ്റജിക്ക് ആക്യുറസി ഉള്ളൂ എങ്കിൽ പോലും 1:2 റിസ്ക് റിവാർഡ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ നന്നായിട്ട് ഫോളോ ചെയ്യണം. നല്ല രീതിയിൽ ട്രേഡിംഗ് അറിയുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് അവരുടെ റിസ്കിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലാതെയുള്ള ആളുകൾ മസ്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ 1:2 എന്ന് പറയുമ്പോൾ നമ്മൾ $10 ആണ് റിസ്ക് വെക്കുന്നതെങ്കിൽ $20 എങ്കിലും നമ്മൾക്ക് അതിൽ റിവാർഡ് കിട്ടുന്ന തരത്തിലുള്ള ട്രേഡ്സ് എടുക്കാൻ വേണ്ടി മാക്സിമം. അടുത്തതായിട്ട് നമ്മൾ പാലിക്കേണ്ടതെന്ന് പറയുന്നത് ട്രെൻഡിനൊപ്പം ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ട്രെൻഡ് ബൈ ട്രെൻഡിലാണ്, അപ് ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ് ആണ്, സെല്ലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മാക്സിമം ട്രേഡ്സ് സെൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. അതായത് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ റിവേഴ്സ് ട്രേഡ് എടുക്കുന്നതും ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുന്നതും പലപ്പോഴും ലോസിന് കാരണമാകും. വലിയ റിസ്ക് ആയിരിക്കും. നമുക്ക് പ്രോഫിറ്റ് ആകാനായിട്ട് നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കാനുള്ള സാധ്യതകളോ കൂടുതലാണ്. അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ് അതുപോലെ തന്നെ ഓവർ ട്രേഡ്, ഈ രണ്ട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് നമ്മൾ കാത്തിരുന്നിട്ട് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമോഷൻ വർക്ക് ആകുക, നമ്മൾ പുറകെ പോയിട്ട് ആ മാർക്കറ്റിന്റെ പിന്നാലെ പോയിട്ട് വേഗം ചെന്ന് എൻട്രികൾ എടുത്തിട്ട് നമ്മൾ ലോസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ പോയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റിക്കായിട്ട് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ട്രേഡ് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് SL ഹിറ്റായി നമ്മൾ ലോസിലേക്ക് പോയി. അപ്പൊ തന്നെ നമുക്ക് മാർക്കറ്റിനോട് ഒരു റിവെഞ്ച് തോന്നുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലോസ് റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു വാശി നമുക്ക് തോന്നുകയും നമ്മൾ വളരെ കൂടുതൽ ലോട്ട് സൈസ് ഇട്ടിട്ട് അടുത്ത ട്രേഡ് എടുക്കുകയും വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു സൈക്കോളജി, ആ ഒരു ഇമോഷൻസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും
അടുത്ത ഓപ്പർച്യൂണിറ്റിക്കായിട്ട് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി സിസ്റ്റമാറ്റിക്കലി നമ്മൾ മുന്നോട്ട് പോകുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഗോൾഡൻ റൂൾസ് ഒക്കെ നമ്മളുടെ ട്രേഡിങ്ങിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യുവാണെങ്കിൽ ഏതൊരാൾക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ ട്രേഡറായി നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിന് 2 ചാനലുകളാണ് ഉള്ളത്. ഒന്ന് VIP ടെലഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഗോൾഡിന്റെ 1 കോളാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഗോൾഡ് അതുപോലെ തന്നെ BTC 3 കോൾസ് പെർ ഡേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈവ് മാർക്കറ്റ് അനാലിസിസും നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും അവർക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കില്ല, അവർക്ക് ഓഫുള്ള ദിവസമൊക്കെ മാത്രമായിട്ട് ട്രേഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഡെയിലി ഓരോ ദിവസം മാത്രം ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൺഡേ മുതൽ നമ്മൾ ഒരു ദിവസം മാത്രം വേണ്ടുന്നവർക്ക് കൂടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.